അപ്പം എഴുതിക്കോളൂ. ഇലക്ട്രിസിറ്റി ഹെഡിങ്, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രിസിറ്റി എന്നാണ്. ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതിൽ സബ് ഹെഡിങ് ആയിട്ട് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് കറണ്ട് എന്ന് എഴുതുക. കറണ്ട്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്, ഒരു എനർജി ഫോം ആണ് ശരിക്കും ഇലക്ട്രിസിറ്റി. അതായത് കറണ്ടിന്റെ ഫോമിലുള്ള ഒരു എനർജി ഫോമിനെയാണ് നമ്മൾ ശരിക്കും ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആരാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് ആണ് ആ കൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെ, അടുത്ത ചോദ്യം, അപ്പൊ എങ്ങനെ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് അറിയാവുന്നൊരു കാര്യം, എല്ലാ കണ്ടക്ടറും ഇലക്ട്രോൺസും കൊണ്ട് അല്ലെങ്കിൽ എല്ലാ കണ്ടക്ടറിനകത്തും ആറ്റങ്ങളുണ്ട്. ആറ്റത്തിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അത് ന്യൂക്ലിയസിനകത്താണ് ഇരിക്കുന്നത്. അതിന്റെ വെളിയിൽ കറങ്ങി നടക്കുന്ന ആളാണ് ഇലക്ട്രോൺസ്. അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ആ ഇലക്ട്രോൺസ് ആണ് എപ്പോഴും ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ, ഇത് എഴുതണ്ട കേട്ടോ, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. അതായത് ഇപ്പൊ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 നമുക്കറിയാം. സോഡിയം ഒരു മെറ്റൽ ആണ്. അങ്ങനെയാണെങ്കിൽ സോഡിയത്തിന്റെ ഒരു ആറ്റം എങ്ങനെ വരയ്ക്കും, അതിന്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കും? എന്നെ എങ്ങനെ വരയ്ക്കും? ഫസ്റ്റ് ഷെല്ല് ഇത്, സെക്കൻഡ് ഷെല്ല്, ഫസ്റ്റ് ഷെല്ല് ഇത്, ഇതിപ്പോ ന്യൂക്ലിയസ് ആയിട്ട് എടുക്കാം. ഇത് ന്യൂക്ലിയസ് ആയിട്ട് എടുക്കാം. ഇത് ന്യൂക്ലിയസ് ആണ്. ഫസ്റ്റ് ഷെല്ല് ഞാനിപ്പോ വരച്ചത്. സെക്കൻഡ് ഷെല്ല് വേണ്ടത്, തേർഡ് ഷെല്ല് വേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ഷെല്ലില് സോഡിയത്തിന് എത്ര ഇലക്ട്രോൺ? 11. മൊത്തം ആറ്റോമിക് നമ്പർ 11. അപ്പൊ മൊത്തം 11 ഇലക്ട്രോൺസ് ഉണ്ട്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, 1 2. രണ്ടാമത്തെ ഷെല്ലിൽ 1 2 3 4 5 6 7 8. മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺസ്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിനകത്ത് സോഡിയത്തിനകത്ത് 3 ഷെല്ലുണ്ടെന്നും ആ 3 ഷെല്ലിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് അതിനകത്ത് ഈ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ വാലൻസ് ഇലക്ട്രോൺ എന്നാണ് പറയുന്നത്. വാലൻസ് ഇലക്ട്രോൺ അഥവാ ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയും. ഇതൊന്നും എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയും. അപ്പം ഇപ്പം സോഡിയത്തിന്റെ ഒരു പീസ് ഞാൻ ഇങ്ങനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കോടിക്കണക്കിന് സോഡിയം ആറ്റങ്ങൾ കാണും. ഇപ്പൊ ഞാൻ ഒരു സോഡിയത്തിന്റെ ഒരു പീസ് വെട്ടിയെടുക്കുകയാണ്. വെട്ടിയെടുക്കുകയാണെങ്കിൽ അതിനകത്ത് കോടിക്കണക്കിന് എന്ത് കാണും? കോടിക്കണക്കിന് സോഡിയം, ഇതുപോലെയുള്ള സോഡിയം ആറ്റങ്ങൾ കാണും. ഇതുപോലെയുള്ള സോഡിയം ആറ്റങ്ങൾ കോടിക്കണക്കിന് കാണും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഫ്രീ ആയിട്ട് ഈ ആറ്റത്തിന്റെ വെളിയിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഈ ആറ്റത്തിന്റെ വെളിയിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഈ ആറ്റത്തിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഒരു ഇലക്ട്രോൺ കണ്ടോ? എല്ലായിടത്തും ഒരു ഇലക്ട്രോൺസ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിനെയാണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? എന്തെങ്കിലും ഒരു എനർജി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാന്നറിയാമോ? അവിടെ നിന്ന് പുറത്ത് ചാടി ഈ സ്പേസിൽ വരും. അതായത് ഞാനിപ്പോ വേണമെങ്കിൽ കളർ ചെയ്ത് കാണിക്കാം. ആ കളർ ചെയ്യുന്ന ആ സ്പേസിൽ ഞാൻ പച്ച കളർ ചെയ്ത് കാണിക്കാം. ഈ സ്പേസിലോട്ടൊക്കെ അവൻ ഇറങ്ങും. ഓക്കെ, അവൻ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം എന്തുണ്ട്? അവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവന് മൂവ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി കിട്ടും. അങ്ങനെ ഇപ്പം ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് എല്ലാം എവിടെ നിൽക്കാന്ന് കരുതിക്കോണം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് എല്ലാം ഇവിടെ നിൽക്കാന്ന് കരുതിക്കോണം. ഇപ്പം ഒരു ഇലക്ട്രോൺ ഞാൻ ഇവിടെ വരയ്ക്കാം. ഒരു ഇലക്ട്രോൺ ഇവിടെ വരയ്ക്കാം. ഇതിൽ നിന്ന് പുറത്ത് ചാടി ഒരെണ്ണം ഇവിടെ വരും. ഇതിനൊക്കെ സ്പേസ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ അടുപ്പിച്ച് വരച്ചതേ ഉള്ളൂ. ഈ ഇലക്ട്രോൺസ് ഇതുവഴി ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ സ്പേസ് കാണും. ഓക്കെ, ചെറിയ സ്പേസ് കാണും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇലക്ട്രോൺ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നാ പറഞ്ഞത്? ഇലക്ട്രോൺ, ഞാനത് പറഞ്ഞില്ല, അത് ഓർത്തോണം. ഈ വാലൻസ് ഇലക്ട്രോൺസ് ഏതെങ്കിലും കാരണവശാൽ അതിന്റെ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ ഈ ആറ്റത്തിനകത്ത് തന്നെ സ്പേസിൽ കിടക്കും. ആ സ്പേസിൽ കിടക്കുന്ന ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണവശാൽ അത് എപ്പോഴേലും ഫ്ലോ ചെയ്യാൻ ആരംഭിച്ചോ അപ്പോഴവിടെ പുതിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും. അതിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു കണ്ടക്ടറിനകത്തൂടെ ഇലക്ട്രോൺസ് ഒഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. സിംപ്ലി അങ്ങനെ മനസ്സിലാക്കാം. ഇനി ഇത് വളരെ ചെറിയൊരു കണ്ടക്ടർ ആയതുകൊണ്ട് ഈ ചെറിയ കണ്ടക്ടറിനകത്ത് ഒഴുകുന്നത് വളരെ വളരെ ചെറിയൊരു ടൈം ഇന്റർവെൽ ആയതുകൊണ്ട് നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ആയിരിക്കുന്നത്. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഈ കറണ്ടിന്റെ പൈസ എന്നല്ല അർത്ഥം. ഫിസിക്സിൽ എല്ലാ കാര്യങ്ങളും ടൈമിനനുസൃതമായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ
ചാർജ് ഫ്ലോ ഓഫ് ചാർജ് ബൈ ടൈം എന്നാണ് അർത്ഥം. അതായത് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. അല്ലെങ്കിൽ സിംപ്ലി ഫ്ലോ ഓഫ് ചാർജ് ഇൻ യൂണിറ്റ് ടൈം എന്ന് പറയാം. ഒരു ചെറിയൊരു ടൈം ഇന്റർവെല്ലിൽ ഒഴുകുന്നത് ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം. ഓക്കെ ആണല്ലോ. അപ്പം എങ്ങനെയാണ് ഇലക്ട്രോൺ ഒഴുകുന്നത്, എങ്ങനെയാണ് അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺ ഉള്ളത്? അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഇലക്ട്രോണുകളൊക്കെ ഒഴുകത്തില്ലേ എന്ന്. അത് ഇതിനകത്ത് ഇരിക്കുന്നത് കണ്ട ഈ രണ്ടാമത്തെ ഷെല്ല് ഇല്ല, കാരണം അതിനെ നമുക്ക് പുറത്തിളക്കാൻ പറ്റത്തില്ല, അതിന് നല്ല എനർജി വേണം, ഒരിക്കലും അത് ഫ്രീ ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഔട്ടർ മോസ്റ്റ് ഏതൊരു ആറ്റം ആണെങ്കിലും അവന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ മാത്രമേ നമുക്ക് പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ആ ഇലക്ട്രോൺസ് മാത്രമേ ഒഴുകാൻ കേപ്പബിലിറ്റി ഉള്ളൂ, ആ ഇലക്ട്രോൺസ് മാത്രമേ ഒഴുകത്തുള്ളൂ. അതുകൊണ്ട് ആ ഇലക്ട്രോൺസ് ഒഴുകി മാത്രമേ കറണ്ട് ഉണ്ടാകത്തുള്ളൂ. ഇത് മനസ്സിലായോ? എല്ലാവരോടും ഒന്ന് ചോദിക്കുകയാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? ഡീൻ ഓക്കെ ആണോ? ഡീൻ ഡീൻ ഓക്കെ ഓക്കെ. അക്ഷിത 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 പറയണ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ. കേൾക്കാം സർ. ഓക്കെ ഓക്കെ. ഓക്കെ ആണോ അക്ഷിത? ഓക്കെ. ഓക്കെ. ആശിഷ് ഓക്കെ ആണോ? ആശിഷ് ഓക്കെ സർ. ഓക്കെ. ഇനോക്ക് സർ ഓക്കെ. ഓക്കെ ഓക്കെ. സായി റിജോയോ എന്ന് പറഞ്ഞേ. സായി റിജോ. ഓക്കെ സർ. സായി 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 ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. എനിക്ക് ആദ്യമേ റെസ്പോൺസ് കിട്ടിയിട്ടില്ല സായിയുടെ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ സായിക്ക്? ഓക്കെ, കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അതേപോലെ തന്നെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ശ്രേയക്ക് ഓക്കെ ആണോ ഈ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ. ഓക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കണ്ടക്ടറിനകത്തൂടെ ഇലക്ട്രോൺസ് ഒഴുകുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാകുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. എല്ലാ കണ്ടക്ടറിനകത്തും ആറ്റം ഉണ്ട്. ആ ആറ്റത്തിനകത്ത് നമുക്കറിയാലോ, ആറ്റത്തിന് ഷെല്ലുണ്ട്. ആ ഷെല്ലിനകത്ത് എല്ലാ ഇലക്ട്രോൺസ് ഉണ്ട്. ഓരോ ഷെല്ലിലും അലോട്ട് ചെയ്തിരിക്കുന്ന റെസ്പെക്റ്റീവ് ഇലക്ട്രോൺസിന്റെ അളവ് അല്ലെങ്കിൽ നമ്പറുകളുണ്ട്. ആ നമ്പറിനനുസരിച്ച് നമ്മൾ ഓരോ ഷെല്ലും ഓരോ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യും. അതിൽ ഏറ്റവും വെളിയിൽ കിടക്കുന്ന ഷെല്ലിനെയാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ അഥവാ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. അതിലുള്ള ഇലക്ട്രോൺസിനെയാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അതിനെ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയും. ആ ഫ്രീ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്താണ്, ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഏതൊരു കണ്ടക്ടറിനകത്തും ഒഴുകാൻ കഴിവുള്ളവർ. ആ ഒഴുകാൻ കഴിവുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ ഒഴുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ പുതിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും. അതാണ് കറണ്ട് എന്ന് പറയുന്നത്. സിംപിളി പറയുകയാണെങ്കിൽ ഫ്ലോ ഓഫ് ചാർജ് പെർ യൂണിറ്റ് ടൈം, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഫ്ലോ ഓഫ് ചാർജ് പെർ യൂണിറ്റ് ടൈം. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങൾ ഇത് എഴുതണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇത് വരയ്ക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് ആദ്യം അവിടെ എഴുതാനുള്ളത് ഇലക്ട്രിക് കറണ്ട് ആണ്. ഇലക്ട്രിക് കറണ്ടിനെ പറ്റി എഴുതുമ്പോഴത്തേക്കും എഴുതിക്കോ, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ഇൻ എ conductor or it is the amount of charge. It is the amount of charge flowing through a conductor in unit time. Conductor in unit time. Okay ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, I is equal to Q by G എന്നാണ്. I is equal to Q by G. അതെങ്ങനെയാണെന്ന് അറിയോ? നമ്മൾ ആ ഡെഫിനിഷൻ പറയുന്നുണ്ട്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, അതായത് ചാർജ് ബൈ ടൈം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം. അപ്പോഴും ഒഴുകുന്നത് ചാർജ് ആണ്, ചാർജ് ബൈ ടൈം, അതാണ് കറണ്ട്. കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ആണ് I. അത് വേണമെങ്കിൽ ആ ഹെഡിങ് എഴുതുന്നതിന്റെ അവിടെ ബ്രാക്കറ്റിൽ എഴുതിക്കും. ഈ Q എന്ന് പറയുന്നത് ചാർജ് ആണ്, T എന്ന് പറയുന്നത് സ്മോൾ t എന്ന് പറയുന്നത് ടൈം ആണ് എന്നുള്ള കാര്യം ഓർക്കണം. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒഴുകുന്ന ചാർജ് ആരാ ഒഴുകുന്നത് ശ്രേയ ഒന്ന് പറഞ്ഞേ. ശ്രേയ, ആരാ ഒഴുകുന്നത്? ഇലക്ട്രോൺസ്. ഒരു ഇലക്ട്രോൺ ആണോ ശ്രേയ ഒഴുകുന്നത്? ഒറ്റ ഇലക്ട്രോൺസ് ആണോ ഒഴുകുന്നത്? അല്ല. എത്ര ഇലക്ട്രോൺസ് ഒഴുകും? എത്ര ഇലക്ട്രോൺസ് ഒഴുകും? അത് ഒത്തിരി ഇലക്ട്രോൺസ് ഒഴുകും. അതായത് നമുക്കറിയാം, ഒരു ചെറിയ പീസ് ഒരു ആറ്റം വെട്ടി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം
ഗോൾഡിന്റെ ഇപ്പൊ എന്റെ കയ്യിൽ കിടക്കുന്ന ഈ ചെയിന് ആകെ ഒരു എങ്ങനെ പോയാലും ഒരു 10 സെന്റിമീറ്റർ ടു 15 സെന്റിമീറ്റർ ലെങ്ത് കാണത്തുള്ളൂ. ഇതിനകത്ത് കോടിക്കണക്കിന് ഇലക്ട്രോൺസ് കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിനകത്ത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആറ്റങ്ങളുണ്ട്. ആ ആറ്റങ്ങളകത്ത് കോടിക്കണക്കിന് ഇലക്ട്രോൺസും കാണും. അതിൽ ഒരു കുറെ ലക്ഷം എന്തായിരിക്കും ഫ്രീ ഇലക്ട്രോൺസും കാണും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസുകളെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ്. അതിനെ മാത്രമേ നമുക്ക് ഫ്രീ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനെ മാത്രമേ നമുക്ക് ഒഴുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കോണം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രോൺ അല്ലാത്തതുകൊണ്ട് ഈ ചാർജ് ഈ ക്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺ ആണ് ആണല്ലോ ക്യൂ. എന്നാൽ ഒരു ഇലക്ട്രോൺ ആണോ? അല്ല. ഒത്തിരി ഇലക്ട്രോൺസ് ഉണ്ട്. ഒത്തിരി ഇലക്ട്രോൺസ് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ എടുക്കുന്നത് അറിയാമോ? Q ഈസ് ഈക്വൽ ടു നമ്മൾ ഒത്തിരി ഇലക്ട്രോൺ എന്നല്ല n ഇലക്ട്രോൺസ് എടുക്കും. n എത്രയോ ഇലക്ട്രോൺസ്, n ഇലക്ട്രോൺസ്, n ഇൻറ്റു ഇ എന്നാണ് എടുക്കുന്നത്. ഇ എന്ന് ഉദ്ദേശിക്കുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഒരിക്കലും ഇ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ് എന്ന് സങ്കല്പിക്കല്. ഇലക്ട്രോണിന്റെ സിമ്പൽ ഇ ഇട്ടിട്ട് മുകളിൽ ഒരു മൈനസ് കൊടുക്കണം. ഇതിപ്പോ ഇലക്ട്രോൺ ആണ്. എന്നാൽ വെറും ഇ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. അത് വേണമെങ്കിൽ ആ സൈഡിൽ എഴുതി ഇട്ടേക്കണം. അതായത് ഇത് ഈ Q എന്ന് പറയുന്നത് ഇവിടെ ചാർജ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ക്യൂവിനെ നമുക്ക് വേണമെങ്കിൽ ഇത് ഇംപ്ലൈസ് ആണ്. Q ഇംപ്ലൈസ് ഇലക്ട്രോൺസ്. അവിടെ ഒരു ഇലക്ട്രോൺ അല്ലാത്തതുകൊണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു n ഇൻറ്റു ഇ. വേർ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോണും ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോണുമാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് I ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? I ഈസ് ഈക്വൽ ടു നമുക്ക് ക്യൂയ്ക്ക് പകരം എന്ത് കൊടുക്കാം? then ഇവിടെ Ne ഉണ്ട്. അപ്പം Ne ഡിവൈഡഡ് ബൈ T എന്ന് കൊടുക്കാം. ഈ ഇക്വേഷൻ കൂടെ പഠിക്കണം, ചില്ലിട്ട് വെച്ചേക്കണം. രണ്ടും ചില്ലിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ബോക്സിനകത്താക്കി വെക്കുക. ഓക്കെ, ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂ ഇലക്ട്രോൺസ് എന്ന ചാർജ് ഓഫ് ഇലക്ട്രോൺസ് എന്നാണ്. ചാർജ് ഓഫ് ഇലക്ട്രോൺസ്. ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് എന്തിന്റെ ചാർജാ? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് അല്ല, n ഇലക്ട്രോണിന്റെ ചാർജ്. അപ്പൊ n ഇൻറ്റു ഇ, അതാണ് കൃത്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇയുടെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചോണം. ഇയുടെ വാല്യൂ അതും ഇതിന്റെ താഴോട്ട് വല്ല എഴുതിയിട്ടാൽ മതി. ഇയുടെ വാല്യൂ 1.6, ശരിക്കും -1.6 ഇൻറ്റു 10 -19 കൂളംബ് ആണ്. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എന്താ 1.6 ഇൻറ്റു 10 - കൂളംബ് എന്ന് എഴുതിയാലും മതി. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി കറണ്ടിന്റെ യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് എഴുതുക. യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് എഴുതിയിട്ട് ഇത് ഓൾറെഡി നോട്ട് എഴുതിയവര് എഴുതുന്നുണ്ടാട്ടോ. ഞാൻ ഈ പറയുന്ന എക്സ്ട്രാ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവിടെ സൈഡിലോട്ട് എവിടെയെങ്കിലും എഴുതിയിട്ടാൽ മതി. നോട്ട് എഴുതിയവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. കുറെ പേര് നോട്ട് എഴുതിയിട്ടുണ്ട് ഇതിന്റെ. അപ്പം എന്തെങ്കിലും ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇപ്പൊ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സൈഡിലോട്ട് എവിടെയെങ്കിലും എഴുതിയിടുക. നിങ്ങളുടെ നോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒന്നൊരു കാര്യം മനസ്സിലാക്കാം. യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറയുമ്പോൾ I ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം ഇല്ലേ? ചാർജിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ യൂണിറ്റ് ആണ്, ചാർജിന്റെ യൂണിറ്റ് കൂളംബ്. COLOUUMB, കൂളംബ് ബൈ സെക്കൻഡ് ആണ്. കൂളംബ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കൂളംബ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ആംപിയർ ആണ്. കൂളംബ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? ആംപിയർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പം കറണ്ടിന്റെ യൂണിറ്റ് എന്തായിരിക്കും? കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആയിരിക്കും. ഇത് ഇംപ്ലൈസ് എന്ന് കൊടുക്കണ്ട, ഈക്വൽ ടു എന്ന് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ, ആംപിയർ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആംപിയർ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. ഈ സ്മോളർ യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും മില്ലി ആംപിയർ, മൈക്രോ ആംപിയർ ഉണ്ട്. സ്മോളർ യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് ജസ്റ്റ് ഒരു സബ് ഹെഡിങ് കൊടുത്തിട്ട് ഒന്നെന്താ മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് നമ്മൾ M ക്യാപിറ്റൽ ലെറ്റർ ഇതാണ് എഴുതുന്നത് മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ 1 മില്ലി ആംപിയർ എന്ന് പറയുമ്പോഴത്തേക്കും 1 × 10⁻³ ആംപിയർ ആയിരിക്കും. അത് കൺവേർഷൻ പഠിച്ചു വെച്ചോണം. അതേപോലെ തന്നെ മൈക്രോ ആംപിയർ ഉണ്ട്. മൈക്രോ ആംപിയർ
മൈക്രോ ആംബിയറിന് നിങ്ങൾ ഇങ്ങനെ ഒരു സിമ്പിൾ മ്യൂ എന്ന് എഴുതുന്നത് മ്യൂ എ എന്ന് എഴുതും മ്യൂ എ. അപ്പോൾ 1 മ്യൂ എ എന്ന് പറയുന്നത് 1 × 10⁻⁻6 ആംബിയർ ആയിരിക്കും. 1 × 10⁻⁻6 ആംബിയർ. ഇത് യു ഇല്ലേ, നിങ്ങളുടെ യു എന്ന് പറയുന്ന ലെറ്റർ ഇല്ലേ, അപ്പൊ യു വേണ്ട ഇങ്ങനെ എഴുതാതെ ഈ യുവിന്റെ ഒരു ഈ ഭാഗം ഉണ്ടല്ലോ ഇങ്ങോട്ടേക്ക് വലിച്ചു നീട്ടിയാൽ മതി. ഇങ്ങനെ ഇതാണ് മ്യൂ. ഇങ്ങനെ മ്യൂ എ കണ്ടോ. ഇത് മൈക്രോ എന്നാണ് അതിന്റെ ആ സിമ്പലിന് പറയുന്നുണ്ടാകുക. മൈക്രോ ആംബിയർ മ്യൂ എന്നാണ് പറയുന്നത്. അത് മൈക്രോ ആംബിയറിനെ എന്ത് ചെയ്യുന്നു, റെപ്രസെന്റ് ചെയ്യുന്നു. ഇനിയും അതേപോലെ തന്നെ ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ. കറണ്ടിന്റെ കുറച്ച് കാര്യം കൊണ്ട് പറയാണ്. അതായത് ഡയറക്ഷൻ ഓഫ് കറണ്ട് എപ്പോഴും ആലോചിച്ചോണം. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. പക്ഷെ ഇലക്ട്രോൺസ് പോകുന്നത് ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവ്. ഉദാഹരണം പറയാം. ബാറ്ററിയുടെ വലിയ ടെർമിനൽ പോസിറ്റീവും ചെറിയ വരയ്ക്കട്ടെ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ബാറ്ററിയുടെ വലിയ ടെർമിനൽ പോസിറ്റീവും ചെറിയ ടെർമിനൽ നെഗറ്റീവാണ്. ഇത് ഞാൻ തന്നെ ഇങ്ങനെ വന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇനി അത് സർക്യൂട്ട് ഡയഗ്രാം ഒക്കെ പഠിക്കാനുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അതൊക്കെ പഠിക്കാം. ഇത് തന്നെ ഇങ്ങനെ വരികയാണ്. ഇത് കീ ആണ്, അല്ലെ സ്വിച്ച് എന്നൊക്കെ പറയും. ആ നേരെ കൊണ്ട് നമ്മൾ ഒരു ബൾബിലോട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നോക്കിയോ, ഈ കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരയ്ക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ, ഈ നെഗറ്റീവിനകത്താണ് ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. അതായത് ഞാനിപ്പോ ഓറഞ്ച് കൊണ്ട് വരയ്ക്കുന്ന ഡയറക്ഷനിലാണ് എന്താ ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ. പക്ഷെ നമുക്ക് ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ ഒരു സർക്യൂട്ടിനകത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് കാണിക്കേണ്ടത്. കറണ്ടിന്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. അപ്പം അതിന്റെ ഡയറക്ഷൻ നമ്മൾ എപ്പോഴും ആ സർക്യൂട്ടിനകത്ത് തന്നെ ഇങ്ങനെ കാണിച്ചിരിക്കും. ഓക്കെ, അപ്പൊ പോസിറ്റീവിൽ അത് നമ്മൾ എഴുതുക. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എഴുതുക ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഡയറക്ഷൻ ഓഫ് കറണ്ട് is from positive terminal of battery positive terminal of battery to the negative terminal of battery negative terminal of battery whereas direction of electron is from direction of electron is from negative to positive to positive terminal of the battery. അതേപോലെ നമുക്ക് കറണ്ടിനെ ഒരു സർക്യൂട്ടിനകത്തുള്ള കറണ്ടിനെ അളക്കാൻ വേണ്ടി ഒരു ഡിവൈസ് ഉണ്ട്. അതിന്റെ പേര് അമ്മീറ്റർ എന്നാണ്. അതൊന്ന് എഴുതണം. an instrument used to measure electric current in a circuit is called ammeter.
ഓക്കെ, അടുത്തത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമുക്ക് ഈ കറണ്ടിന്റെ പ്രസൻസ്, കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേര് അമ്മീറ്റർ എങ്കിൽ കറണ്ടിന്റെ പ്രസൻസ്, കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നത് അളക്കാൻ വേണ്ടി നമുക്ക് വേറൊരു ഡിവൈസും കൂടെ ഉണ്ട്. അതിനെ നമ്മൾ ഗാൽവനോമീറ്റർ എന്ന് പറയും. അതും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കുക. എ ഡിവൈസ്, ഒരു ഡോട്ട് ഇട്ടിട്ട് എ ഡിവൈസ് used to detect the presence of current, a device used to detect the presence of current is called galvanometer. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർത്തോണം, നമ്മൾ ഈ അമ്മീറ്റർ എന്ന് പറയുന്നത് സർക്യൂട്ടുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരേ ലെവലിൽ ഒരേ നിരപ്പായിട്ട് കണക്ട് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ രണ്ട് കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അവിടെ വരുമ്പോഴത്തേക്കും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ഇങ്ങനെ എഴുതുക: ammeter is always connected in series with the circuit. ഇനിയും അതേപോലെ തന്നെ ഒരു ഐഡിയൽ എമിറ്റർ നമുക്കറിയാലോ. അതായത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പം ഒരു തടയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റ് ചെയ്യുക, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അസുഖം വരുന്നത് തടയുന്ന നമ്മുടെ ശരീരത്തിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കറണ്ടിന്റെ ഫ്ലോയിനെ തടയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ആ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കറണ്ട് ഒഴുകുന്നത് കുറയും എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പം അമ്മീറ്റർ കറണ്ട് അളക്കുന്ന ഒരു ഡിവൈസ് ആണെങ്കിൽ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കണം, നല്ല രീതിയിൽ കുറഞ്ഞു നിൽക്കണം. ശരിക്കും ഐഡിയൽ അമ്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സീറോ റെസിസ്റ്റൻസ് ആണെന്നുള്ള കാര്യം എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. ശരിക്കും ഐഡിയൽ അമ്മീറ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്ക് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പറ്റത്തില്ല. ഏതൊരു അമ്മീറ്റർ എടുത്തെന്ന് പറഞ്ഞാലും അതിനകത്തെല്ലാം ഈ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ കോപ്പർ അല്ലെങ്കിൽ എന്താണ് സോഫ്റ്റ് അയൺ കോർ അങ്ങനെയുള്ള എല്ലാം എന്താണ് ഈ മെറ്റലുകളാണ്. ആ മെറ്റലുകൾക്ക് ഇൻബിൽഡ് മീൻസ് അങ്ങനെയല്ല, നാച്ചുറൽ ആയിട്ട് അതിന് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ട്. അത് എന്തായാലും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സീറോ റെസിസ്റ്റൻസിൽ ഒരിക്കലും ഒരു അമ്മീറ്റർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും അമ്മീറ്ററിന്റെ എന്താണ് റെസിസ്റ്റൻസ് എപ്പോഴും കുറഞ്ഞിരിക്കണം. പക്ഷെ നമ്മളൊരു ഐഡിയൽ അമ്മീറ്റർ എന്ന് പറയുവാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് സീറോ ആയിരിക്കണം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. ജസ്റ്റ് എഴുതാമത് an ideal ammeter has zero resistance. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ എന്ന് ഒരിക്കലും ഞാൻ ചോദിക്കാം. അക്ഷിത ഓക്കെ ആണോ? ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷിത? ഓക്കെ സർ. ഓക്കെ, ആശിഷ് ഓക്കെ ആണോ മോനെ? ആശിഷ് ഓക്കെ സർ. ഡീൻ ഓക്കെ ആണോ? ഈനോക്ക് ഓക്കെ ആണ് സർ. ഓക്കെ, റിജോ, ശ്രേയ ഓക്കെ. ഓക്കെ. എന്താണ് നമ്മുടെ എലിജയോട് ഞാൻ ചോദിക്കുന്നത്, എലിജ ഇപ്പോഴാ കയറിയത്. നമ്മളെ ഒരു 7:40 ആയപ്പോൾ ക്ലാസ് തുടങ്ങിയാണേ. അപ്പൊ ഈ വീഡിയോ ക്ലാസ് കണ്ട് നോട്ട് എഴുതി എടുക്കുക ഇതിന് മുമ്പത്തേത്, കേട്ടോ? എന്നിട്ട് അടുത്ത ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാവോ, അല്ലേ ഒന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, നോക്കിക്കോളൂ. അപ്പം ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ Q ഈസിക്കൽ ടു, അതായത് ഒരു കണ്ടക്ടറിനകത്തുള്ള മൊത്തം ചാർജിനെയാണ് Q എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു കണ്ടക്ടറിനകത്തുള്ള മൊത്തം ചാർജ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ആണ്. അപ്പം എത്രയോ ഇലക്ട്രോണിന്റെ മൊത്തം ചാർജ് ആണ് Q ആയിട്ട് നമ്മൾ എടുക്കുന്നത്. എത്ര ഇലക്ട്രോൺസ് ആണ്? N × E. അപ്പം ഇത്ര ചാർജിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ അതിനകത്തെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. കാൽക്കുലേറ്റ് the number of electrons present
present, calculate the number of electrons present in 1 coulomb of charge. 1 coulomb of charge. Calculate the number of electrons present in 1 coulomb of charge. ഒരു കൂളംബ് ചാർജിനകത്ത് എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ 1 കൂളംബ് ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ അതിന് ക്യൂ തന്നിരിക്കുന്നത് എന്താണ്? ക്യൂ എന്ന് പറയുന്നത് 1 കൂളംബ് ആണ് അർത്ഥം. അതേപോലെ തന്നെ ഇ എന്ന് പറയുന്നത് എന്താണ്? ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതിന്റെ വാല്യൂ നമുക്കറിയാം 1.6 × 10⁻⁻⁹ ആണ്. ഓക്കെ, ഇനി നമുക്ക് അതായത് 1 കൂളംബിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന്, അതായത് ഈ ചാർജുള്ള എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇപ്പൊ അറിയാലോ, ഒരു ആപ്പിളിന് 2 രൂപയാണെങ്കിൽ 2 ആപ്പിളിന് എത്ര രൂപയായിരിക്കും? 2 × 2 രൂപ. 3 ആപ്പിളിന് എത്രയായിരിക്കും? 3 × 2 രൂപ. 4 ആപ്പിളിന് എത്രയായിരിക്കും? 4 × 2 രൂപ. അതേപോലെ തന്നെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1 × 1.6 × 10⁻⁻⁹ ആണ്. അത് 2 ഇലക്ട്രോൺ വരുമ്പോൾ എത്ര വരും? 2 × 1.6 × 10⁻⁻⁹. 3 ഇലക്ട്രോൺ വരുമ്പോൾ എത്ര വരും? 3 × 1.6 × 10⁻⁻⁹ വരും. ഓക്കെ ആണല്ലോ? ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ ആണോ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 കൂളംബ് ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. 1 കൂളംബ് ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ Q = N × E. അതിൽ n ആണ് കണ്ടുപിടിക്കേണ്ടത്. n കണ്ടുപിടിക്കാൻ വേണ്ടി Q/E = n എന്ന് എടുക്കാം. ശരിയല്ലേ? ഈ നെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ Q ന്റെ വാല്യൂ 1 ആണ്. ഈ യുടെ വാല്യൂ 1.6 × 10⁻⁻⁹ ആണ്. n. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ പഠിച്ച എക്സ്പോണൻസ് 10⁻⁻⁻x നെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ 10⁻+x ആവും. അപ്പൊ ഇത് മുകളിൽ പോകുമ്പോൾ എന്തെന്ന് വരും? 1/1.6 × 10⁻+19 വരും. അതാണ് n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 1/1.6 നിങ്ങൾ ചെയ്ത് നോക്കണം. 1/1.6 ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. സോറി, 1/1.6 ന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ആദ്യം പോയിന്റ് മാറ്റണം. എപ്പോഴും ആലോചിച്ചോണം, നമ്മൾ പോയിന്റ് മാറ്റിയേ ചെയ്യാവൂ. ഇവിടെ × 10 ചെയ്യും. പോയിന്റ് മാറ്റാം. നമുക്കറിയാലോ, പോയിന്റിനെ റൈറ്റിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ × 10 ചെയ്യും. നമ്മുടെ സൗകര്യത്തിന് ചുമ്മാ 10 അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. വാല്യൂ മാറാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ താഴെ × 10 ചെയ്യുമ്പോൾ മുകളിലും × 10 ചെയ്യണം. കാരണം എന്താ? 10/10 ചെയ്യുമ്പോൾ 1 തന്നെ ആവും. ഇതിന്റെ വാല്യൂവിന് വ്യത്യാസം വരില്ല. അപ്പൊ മുകളിൽ 10 വരും, താഴെ 16 വരും. × 10⁻+19 തന്നെ. ഇനി നമ്മൾ 10/116 ചെയ്യാം. 10/16. അപ്പൊ ഇത് പോയിന്റ് ഇട്ട് കൊടുത്തു, ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പം 16 × 6 എന്ന് പറയുമ്പോഴേക്കും 96 വരും. 96 4 ഇട്ട് കൊടുത്തു, വീണ്ടും 0 ഓൾറെഡി പോയിന്റ് ഉണ്ട്, വീണ്ടും 0 ഇട്ട് കൊടുത്തു. 16 × 2 32 ആണ്. 8 വന്നു, 0 ഇട്ട് കൊടുത്തു, വീണ്ടും 16 × 5 എന്ന് പറയുന്നത് 80 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 10/16 എന്ന് പറയുമ്പോൾ 0.625 × 10⁻19 വന്നു. ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷെ ഫിസിക്സിൽ ഒരു തിയറി ഉണ്ട്. ഫിസിക്സിൽ ഒരിക്കലും ഈ രീതിയിൽ എഴുതാൻ പാടില്ല. അതായത് ഒരു നമ്പർ കഴിഞ്ഞിട്ട് വേണം ഡെസിമൽ വരാൻ. അപ്പൊ ഇപ്പൊ ഒരു നമ്പറിന് മുമ്പിലാണ് ഡെസിമൽ. ഈ ഡെസിമലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പൊ നമുക്കറിയാം, വലത്തോട്ടൊരു പോയിന്റിനെ മാറ്റണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇൻഡു ആ ചെയ്യേണ്ടത്, ഇല്ലേ? × 10 ചെയ്യണം. പക്ഷെ × 10 ചുമ്മാ ചെയ്യാൻ പറ്റുമോ? നമ്മളപ്പോ എന്ത് ചെയ്യണം? നമ്മൾ /10 കൂടെ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? /10 കൂടെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 0.625 × 10 × 10⁻19 ഹോൾ ഡിവൈഡഡ് ബൈ 10 എന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് 6.25 ആകുന്നു. പോയിന്റ് റൈറ്റിലോട്ട് മാറുന്നു. ഓക്കെ, വീണ്ടും 10⁻19, താഴെ ഒരു 10 കിടപ്പുണ്ട്, ഇല്ലേ? അപ്പൊ നമുക്കറിയാം ഈ 10 10⁻1 ആണ്. അപ്പൊ a/m/a/n എന്ന് പറയുമ്പോൾ a/m-n ആണ്. അപ്പം 6.25 × 10⁻19 - 1 എന്ന് വരും. അപ്പൊ നമുക്ക് എന്തായിട്ട് മാറും? 6.25 × 10⁻18. അത്രയും ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ്. അത്രയും ഇലക്ട്രോൺസ്. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആശിഷിനെ Sir, 10 raised to ആ, പറഞ്ഞോ.
10⁻19 എങ്ങനെയാ 10⁻18 ആയ ആൻസർ? നോക്കിയോ, അതായത് 10 നമുക്ക് ഈ പോയിന്റ് ഇതിപ്പോ 0.625 അല്ലേ കിടക്കുന്നേ. ആ അത് ഒരിക്കലും നമുക്ക് ഫിസിക്സിൽ ഒരു നിയമമുണ്ട്, നമ്മൾ ഒരിക്കലും ഈ രീതിയിൽ എഴുതാൻ പാടില്ല. നമ്മൾ എഴുതുവാണെങ്കിൽ ഒരു നമ്പർ കഴിഞ്ഞ് ഡെസിമൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതണം ഫൈനൽ ആൻസർ. അപ്പം ഇപ്പൊ 0.6 എന്നുള്ളത് എന്താക്കണം നമുക്ക്? 6.25. 6.25 ആക്കണം. അപ്പൊ ഒരു പോയിന്റ് റൈറ്റിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്താ സാധാരണ ചെയ്യാ? മൾട്ടിപ്ലൈ ആയിരിക്കും. എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും? 10 കൊണ്ട്. അപ്പൊ ഇൻറ്റു 10. ചുമ്മാ നമുക്ക് 10 ഇട്ട് കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ സൗകര്യാർത്ഥം ചുമ്മാ ഒരു 10, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാലോ. പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്ത് ആൻസർ മാറാൻ പാടില്ല, എന്നാൽ നമുക്ക് പോയിന്റ് മാറ്റണം. അപ്പൊ നമ്മൾ ഇൻറ്റു 10 ചെയ്തപ്പോ താഴെ 10 ചെയ്തു. അപ്പൊ 10ഉം 10ഉം ക്യാൻസൽ ചെയ്താലും ആ വാല്യൂ തന്നെയല്ലേ വരിക. ഓക്കെ സർ. അപ്പം നമ്മൾ എപ്പോഴും പോയിന്റ് മാറ്റുമ്പോ പോയിന്റ് ലെഫ്റ്റിലോട്ട് മാറ്റിയാലും റൈറ്റ് ചെയ്താലും നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് മുകളിലും താഴെയും ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, താഴെ 10 വന്നു. അപ്പൊ മുകളിലത്തെ 10 വെച്ചിട്ട് അതിനെ എന്ത് ചെയ്തു, 0.625 എന്നുള്ളത് അതിനെ ഞാൻ 6.25 ആക്കി എഴുതി. ഇൻറ്റു 10 ചെയ്യുമ്പോൾ അങ്ങനെ ആവുമല്ലോ. അപ്പോഴും മറ്റേ നമ്മൾ താഴെ ഇട്ട് കൊടുത്ത 10 അവിടെ കിടക്കുക. അതിനെ നമുക്കറിയാം a⁻m/a⁻n എന്ന് പറയുമ്പോൾ a⁻m - n എന്നാ വരുന്നത്. അപ്പൊ a⁻19 - 1 എന്ന് വന്നു. മനസ്സിലായി അല്ല? സോറി, 10 ആയെങ്കിൽ ആയെന്ന് പറയാവോ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞോ. ആശിഷ് അത് ചുമ്മാ പറയുവാ. ഓക്കെ, ശരി. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 10⁻90 - 1 10⁻8. അതായത് 1 കൂളംബ് ചാർജിനകത്ത് ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ട്. അല്ലെങ്കിൽ തിരിച്ചു പറയാം, ഈ 6.25 × 10⁻18 ഇലക്ട്രോൺസിനെ ചേർത്ത് വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് 1 കൂളംബ് ചാർജ് കിട്ടുന്നത് എന്നും പറയാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ അതേപോലെ തന്നെ തരാം. നിങ്ങൾ തന്നെ ചെയ്യണം, ഞാനിത് പറഞ്ഞു തരത്തില്ല. കാൽക്കുലേറ്റ് ഇതേ സെയിം മെത്തേഡ് തന്നെ. കാൽക്കുലേറ്റ് the excess number of electrons present in 4.8 × 10⁻22 coulomb of charge. ഇത്രയും ചാർജ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഉണ്ട്, കാണുന്നില്ലേ? ആണോ? ഓക്കെ, കാൽക്കുലേറ്റ്. ഇവിടത്തെ പ്രശ്നമല്ലായിരിക്കും, അവിടത്തെ ആയിരിക്കും. എനിവേ നോക്കിയോ, കാൽക്കുലേറ്റ് ദ എക്സസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ 4.8 × 10⁻22 coulomb of charge. ഇവിടെയും ഇത് തന്നെ. N = എന്താ? Q/E തന്നെയാണ്. Q ഓൾറെഡി തന്നിട്ടുണ്ട്. 4.8 × 10⁻22 ഡിവൈഡഡ് ബൈ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ 1.6 × 10⁻−19 ആണ്. അല്ലേ? അപ്പം ഇതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ള കാര്യം നോക്കണം. അപ്പം ഒന്നും നോക്കണ്ട, ഈ 4.8 ചോദിച്ചോ. 3 × 10 അല്ല ആൻസർ 300 അല്ല 3 × 10⁻41. കറക്റ്റ് ആണ്. അതായത് ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 കിട്ടും. ഇൻറ്റു 10⁻22 ഈ -19 മുകളിൽ കൊണ്ടുപോകുമ്പോൾ +19. അപ്പൊ അത് കൂട്ടുമ്പോൾ 3 × 10⁻41 ഇലക്ട്രോൺസ്. ഇതാണ് ഇതിന്റെ ആൻസർ. അത്രേ ഉള്ളൂ.
സാർ അതെങ്ങനെ ചെയ്തതെന്ന് പറയാമോ? ആ നേരത്തെ പോലെ തന്നെ ക്യൂ എത്ര 4.8 into 10 raised to 20. ആ ഈ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ 1.6 into 10 raised to negative 90. എന്നാണ് കണ്ടുപിടിക്കാൻ ക്യൂ ബൈ ഇ ആണോ Answer. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ 4.8 into 10 raised to 22 divided by 1.6 into 10 raised to minus 90 ആണോ ആണ്. 4.8 ഡിവൈഡഡ് ബൈ 1.6 ചെയ്യാൻ വേണ്ടി പോയിന്റ് മാറ്റണമെന്നാണല്ലോ നമ്മൾ പറഞ്ഞേ. അപ്പൊ ഞാൻ 10 ആഡ് ഇൻറ്റു 10 ചെയ്തു. അപ്പൊ മുകളിലും ഇൻറ്റു 10 ചെയ്തു. 48/6. മുകളിലത്തെ പോയിന്റ് മാറി 48 ആയി, താഴത്തെ പോയിന്റ് മാറി 16 ആയി. അപ്പൊ 48 ഡിവൈഡ് ബൈ 60 എന്ന് പറയുമ്പോൾ 3. ഇവിടെ രണ്ടിന്റെയും പോയിന്റ് മാറ്റാൻ വേണ്ടി എന്താ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം താഴത്തെ അല്ലെ മുകളിലത്തെ ആരുടെയും ഒരാളുടെ പോയിന്റ് മാറ്റണമെങ്കിൽ നമ്മൾ താഴെ മൾട്ടിപ്ലൈ ആണ് അല്ലെ മുകളിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പൊ മറ്റേന്റെ പോയിന്റ് ഒന്ന് മാറും. രണ്ടിനും പോയി. പിന്നെ 10 കോമൺ എടുത്തല്ലേ? 10 കോമൺ എടുക്കുമല്ലോ അല്ലേ? അല്ല, 10⁻22 മുകളിലുണ്ട്, താഴെ 10⁻−19 ആണ്. അപ്പം a⁻m ബൈ a⁻n എന്താ a⁻m - n ആണ്. a⁻22 -19 എന്ന് വരും. അപ്പം a⁻22 + 19 വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. എന്താ ഈ -19 മുകളിൽ കൊണ്ടുവരുമ്പോൾ 10⁻22 into 10⁻19 എഴുതാം. എന്നിട്ട് ഇങ്ങനെ എഴുതാം a⁻m into a⁻n. a⁻m into a⁻n എന്ന് പറഞ്ഞാൽ a⁻m + n ആണ്. രണ്ട് രീതിയിലും ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു ഹോംവർക്ക് കൂടെ തരാം. നോക്കി ഇതും കൂടെ എഴുതി. നമ്മൾ ഇൻട്രൊഡക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇതിന് ഇനിയിപ്പോൾ നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട്, അതൊക്കെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അങ്ങനെയുള്ള അതിലേക്ക് മെയിനിലോട്ട് കയറുകയാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു ഹോംവർക്ക് കൂടെ ചെയ്തു. കാൽക്കുലേറ്റ് the number of electrons present in 9.6 into 10⁻−22 കൂളംബ് ഓഫ് ചാർജ്. ഇത് നിങ്ങളുടെ ഹോംവർക്ക് ആണ്. ഇത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ ഓൺലൈൻ കാണും. അത് കയറി നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ.